കൊള്ളാവോ? നല്ലതാണോ? നീ പൊന്നുമ്പടത്ത് ലക്ഷ്മിക്കുട്ടിയാണ്. രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചേ. കാരണം ഇന്നലെ യാതൊട്ടും കടന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചപ്പാത്തി മതി. ഇന്ന് യാതൊട്ടിന് ഏറ്റവും വന്നപ്പോൾ നല്ല മിടുക്കം കൊച്ചായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിനുള്ള ലഞ്ചൊക്കെ എടുത്ത് വെച്ച് ലഞ്ച് നമ്മളിന്ന് ചപ്പാത്തി തന്നെയാണ് വെച്ചിരിക്കുന്നത്. കഴിക്കാനും ഇന്ന് അങ്ങനെ വലിയ മടിയിലായിരുന്നു. കാരണം ചപ്പാത്തിയും പനീറും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ സോക്സ് ഒക്കെ ഇട്ട് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് അമ്മ ഇവിടെ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നേ. അത് കണ്ടോട് കുറച്ച് നേരം അവൻ അവിടെ നിന്നു, ഞാനും ഇവിടെ നിന്നു. നല്ല അടിപൊളി ഇട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര എന്നെ പറയുന്നത് നല്ല രസമാണ് അമ്മ ഇടുന്നത് കാണാൻ. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഞാനും യാതൊട്ടിന് പതുക്കെയാണ് നടന്നു പോയത്. അത് കഴിഞ്ഞ് കൊച്ചിനെ കയറ്റി വിട്ടിട്ട് തിരിച്ച് വന്നിട്ട് പുട്ടും കടലയും കൂടത്തിൽ നല്ല കോഫിയും കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി പാത്രവും കഴുകി പെരക്കാക്കൊക്കെ അടിച്ച് എൻ്റെതായ പരിപാടികളെല്ലാം തീർത്തിട്ട് ഞാൻ അവിടെ ഇരുന്നു വൈറ്റമിൻ ടാബ്ലറ്റ്സും ഒക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു വിശപ്പായിരുന്നു. ഈ കുളി കഴിഞ്ഞ ഒരു വിശപ്പില്ല. അപ്പം ഞാൻ ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ട് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, അതെല്ലാം വിരിച്ച് ചോറ് കൊണ്ടിട്ട് കയറി ഒറ്റ ഉറക്കം. ബസ് വന്നു. ഈ കാണുന്ന ഇവന്മാരെ യാതൊട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. കൊള്ളാവോ? നല്ലതാണോ? നീ പൊന്നുമ്പടത്ത് ലക്ഷ്മിക്കുട്ടിയാണ്. പൊന്നുമ്പടത്ത് ലക്ഷ്മിക്കുട്ടിയാണ്. മീശയൊക്കെ ഉണ്ടോ നിനക്ക്? താടിയൊക്കെ വന്നോളോ? താടിയുടെ മീശയൊക്കെ. അങ്ങനെ ഞങ്ങൾ കാപ്പികൂടി എല്ലാം കഴിഞ്ഞിട്ട് യാതൊരു ട്യൂഷന് വിട്ടു. ട്യൂഷന് പോകുന്ന ഉമ്മയാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ വെക്കം വന്ന് മിറ്റൊക്കെ അടിച്ച് വിളക്കൊക്കെ കത്തിച്ച് പണിയെല്ലാം തീർത്തു. വൈകുന്നേരം ആയപ്പോഴത്തേനൊരു സിനിമയൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കയറി കിടന്നു തുടങ്ങിയേ.